ഇന്നലെ പത്തനംതിട്ട ഉണ്ടായ സംഭവത്തിൽ മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 25 പ്രകാരം മനസാക്ഷിയുടെ സ്വാതന്ത്ര്യത്തോടുകൂടി ഇന്ത്യൻ പൗരന് സ്വാതന്ത്ര്യത്തോടുകൂടി ഏത് മതത്തിലും വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അത് പ്രഖ്യാപിക്കുവാനുമുള്ള മൗലിക അവകാശമുണ്ട്. അത് വിനിയോഗിക്കേണ്ടത് പൊതുക്രമം, ആരോഗ്യം തുടങ്ങി ഈ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിന് വിധേയമായിരിക്കണം എന്നതുമുണ്ട്. ഇന്നലെ അവിടെ ആരാധിക്കാൻ വന്ന വിശ്വാസികൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊന്നും ലംഘിച്ചതായി കാണുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മൗലിക അവകാശമാണ് ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം. ഈ വർഷിപ്പ് സെന്ററുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിലും ഞാൻ ആ കേസുകളുടെ മെറിറ്റിലേക്കൊന്നും കടക്കുന്നില്ല, മറ്റുള്ള യാതൊരു കാര്യത്തിലേക്കും കടക്കുന്നില്ല. അത് തുടർന്ന് പോലീസും കോടതിയും ഇടപെടേണ്ട കാര്യവും ആ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമാണ്. പക്ഷേ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നവരാരും, ആക്ഷൻ കൗൺസിലും ആരും ഈ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി അല്ല, അതായത് നിയമപരമായ അതോറിറ്റി അല്ല. മത സ്വാതന്ത്ര്യത്തിന്റെ ലംഘനം നാം പലപ്പോഴും നോർത്ത് ഇന്ത്യയിൽ കാണാറുള്ളതാണ്. പക്ഷേ നോർത്ത് ഇന്ത്യയിലും കാണാൻ പാടില്ല, കേരളത്തിലും കാണാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തിനല്ല, ഒരു മതവിഭാഗത്തിന് പെട്ട ആൾക്കാർക്കും ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരിടത്തും ഹനിക്കപ്പെടാൻ പാടില്ല. എന്ത് പ്രതിഷേധമുണ്ടെങ്കിലും എന്ത് സമരമുണ്ടെങ്കിലും അത് ആരാധന സമയം കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ ദിവസം കഴിഞ്ഞ് ആകാമെന്നതാണ്. ഇനി ഒരിടത്തും ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.